എന്നിട്ട് അതിങ്ങനെ ഇത് കുഴലിലൂടെ വലിക്കാട്ടോ ചെയ്യാം. ഇത് വിയറ്റ്നാമിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതേപോലെ നമ്മൾ അപ്പമായിരിട്ടോ ഒരു സാധനം ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ റൈസാണ്, കണ്ടില്ലേ? അവിടുത്തെ ആ ട്രെയിനുകൾ പല കാഴ്ചകളുണ്ട് കേട്ടോ. നിങ്ങൾ ട്രിപ്പിൽ ശ്രദ്ധിക്കുക എപ്പോഴും 500, 600, 1000, 750 എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് ചൈനയിലെ ഒരു ബോർഡറിൻ്റെ ഭാഗങ്ങളാണ് ഈ സൈഡിൽ. അവിടെ ഒരു പുകല വെച്ചിട്ട് അവിടെ കത്തിക്കുക ചെയ്യാം. സത്യത്തിൽ ഈ ചെരുപ്പ് ഇതും ബസ്സിൻ്റെതല്ല കേട്ടോ, ഇവിടെ ഹോട്ടലുകാർ വെച്ച് കൊടുക്കുന്ന. നമസ്കാരം, എന്തൊക്കെയാ വിശേഷം? വിയറ്റ്നാമിൽ ലേശം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമില്ല, ഞാൻ കൂടുതൽ നടക്കുന്നതുകൊണ്ട് ഭയങ്കര വിയർപ്പ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടീഷർട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള, അതായത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും, വിയറ്റ്നാമിൻ്റെ സ്വിറ്റ്സർലാൻഡ്. എന്തൊക്കെയാണ് അവിടുത്തെ ആ ട്രെയിനുകൾ, പല കാഴ്ചകളുണ്ട് കേട്ടോ. ഒരു തണുപ്പുള്ള പ്രദേശത്തേക്കാണ്, ചൈനൻ്റെ ബോർഡറാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് 380 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്ര 6-7 മണിക്കൂറോളം ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഇവിടുന്ന് ടൂർ പാക്കേജാണ് എല്ലാവരും എടുക്കാറ്. അത് ബില്യൺ കണക്കിനുള്ള ചാർജസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഞാൻ അതിന് പോകുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് സാധാരണ ബസ്സിൽ എങ്ങനെ എത്താൻ പറ്റും. ഒക്കെ സെയിമാണ്, പക്ഷേ അതൊരു ടൂർ പാക്കേജ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സെക്യൂരിറ്റി ഫീൽ ചെയ്യും. നമ്മൾ പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അത്രയും യാത്ര, നമ്മളിന്ന് സാപ്പയിലേക്കുള്ള യാത്രയും അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ എപ്പിസോഡ്. അപ്പോൾ നമ്മളിന്ന് സാപ്പ ട്രിപ്പ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മൾ നേരെ സാപ്പ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ ഇടും, കണ്ടില്ല നിങ്ങൾ? അപ്പോൾ കുറച്ച് നടന്നിട്ട് സ്റ്റേഷനിലേക്ക് എത്താനാണ് പറയുന്നത്. അതായത് ഒരു 300 മീറ്റർ, കണ്ടില്ല നിങ്ങൾ? നടക്കാനുള്ള ഓപ്ഷൻസ് ആട്ടോ. അപ്പോൾ ആ ഗൂഗിളുമായിട്ട് നമ്മളിങ്ങനെ നടന്നങ്ങ് പോയാൽ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തും. ബസ് സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞാൽ അടുത്തത് ടിക്കറ്റ് എടുക്കുന്ന സിസ്റ്റം, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ യാത്രയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞ ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ബസ് സ്റ്റേഷനും എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എക്സ്ചേഞ്ചിൽ കയറി കേട്ടോ. എക്സ്ചേഞ്ചിൽ മണി എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിന് $100 കണ്ടില്ല നിങ്ങൾ? $100 നമ്മൾ പോകുമ്പോൾ കുറച്ച് മാറി വെക്കുകയാണ്, കയ്യിൽ ആവശ്യമുണ്ടാവും. ഇവിടെ വേഗം തീരുമല്ലോ പൈസ. അപ്പോൾ ഇതിന് 26,000 വില പറയുക. $100 2 ലക്ഷത്തി എത്ര, $1 26,000, 2 ലക്ഷത്തി 26 ലക്ഷം അതാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ റേറ്റ് കൂട്ടിയിട്ട് 26,04,000 വാങ്ങിക്കും കേട്ടോ. റേറ്റ് നിങ്ങൾ ഒന്നുകൂടി ചെറിയ ബാർഗെയിൻ ചെയ്താലൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിതാ ഇവിടെ മാറുകയാണ്, പൈസ ഇതാ എടുക്കുന്ന കാണിക്കാം. നമ്മൾ $100 കൊടുക്കുന്നു. ഇത് 5 ലക്ഷമാണ് കേട്ടോ. ഒന്ന് 5 ലക്ഷം രൂപൻ്റെ ആണ്. അപ്പം 10 ലക്ഷമായി, 20 ലക്ഷമായി, 26 ലക്ഷമായി, 26 ലക്ഷത്തി 4,000, 26 ലക്ഷത്തി 4,000 കേട്ടോ. 26 ലക്ഷം തരും എന്ന് പറഞ്ഞാൽ 4,000 നമ്മൾ കൂട്ടി വാങ്ങി, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് കറൻസീൻ്റെത് ഞങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പൈസയും കൂടി കയ്യിൽ കരുതിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 26 ലക്ഷത്തി 4,000 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഇതുകൂടി അങ്ങനെ കുറച്ച് പൈസ നമ്മൾ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ കരുതുന്നത് കൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ സാപ്പയിലേക്കുള്ള ബസ് സ്റ്റേഷനിൽ കറൻസിയൊക്കെ മാറിപ്പോകട്ടെ. എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പോകണമെന്നില്ല. ഇവിടെ വരുന്നവർക്ക് പല രീതിയിൽ ഇങ്ങനെ താല്പര്യമുള്ളവർക്കുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഓൾഡ് ക്വാർട്ടറിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് പകൽ പോകാൻ. മറ്റേതൊക്കെ ഹോട്ടലിനും 550, 500 ഒക്കെ വേണ്ടി വരും. ഇവിടെ 400 നേരെ സാപ്പയിലേക്ക് ഓരോ മണിക്കൂറിനും ബസ് ഉണ്ട്. ഇതാണ് സ്ഥലം കേട്ടോ, കണ്ടു വെച്ചോളി. ഈ സ്ഥലത്തേക്ക് എത്തിയാൽ മതി. ഈ പേരിലുള്ള ഓൾഡ് ക്വാർട്ടറിൽ തന്നെ കേട്ടോ. ഈ പേരടിച്ചിട്ട് ഗൂഗിളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടാവും. സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മളെ അവിടുത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതാ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ, ഇവിടെ ബസ് തന്നെ ഉണ്ടില്ലേ, സാപ്പയിലേക്കുള്ള ബസ്. ഇതാ ഈ ബസ് ഡിമോസിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലത്തെ ബസ് വിടുന്നുണ്ടാവും ഓരോ മണിക്കൂറിനും കേട്ടോ. അപ്പം 400-നാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ടിക്കറ്റ്. ഓക്കെ, 1 ടിക്കറ്റാ മാഡം. അപ്പോൾ നമ്മളിത് 500 ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതാണ് 500, അതായത് നമ്മൾ 5 ലക്ഷം. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 100 അടാ, തിരിച്ച് 100 തന്നെ. 400-ന് നമ്മൾ സാപ്പയിലേക്ക് പോകും. ഹൗ മെനി അവർ ടു സാപ്പ? 6 മണിക്കൂർ കൊണ്ട് നമുക്ക് സാപ്പയിൽ സുഖമായിട്ട് എത്താം. അപ്പം നിങ്ങൾ ട്രിപ്പിൽ ശ്രദ്ധിക്കുക എപ്പോഴും 500, 600, 1000, 750 എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും.
പക്ഷേ നമ്മൾ 400 കിട്ടും. ചില സമയങ്ങളിൽ ഇത് 300 350 ഉണ്ടാവലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാപ്പയിലേക്കുള്ള ടിക്കറ്റ് റൈറ്റ് പുറപ്പെടല്ലേ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. നമുക്കൊരു അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ഈ സമയത്ത് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഫുഡോ വെള്ളമൊക്കെ വേണമെങ്കിൽ വാങ്ങി വെക്കട്ടോ കയ്യിൽ. പോകുന്ന വഴിയിൽ 2 മണിക്കൂറിൽ ഒരു സ്റ്റോപ്പ് ഇവർക്കുണ്ടാവും ബസ്സിൽ. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വെള്ളമോ മൂത്രമൊഴിക്കാനോ ഒക്കത്തിനുള്ള സൗകര്യങ്ങൾ നമ്മൾ സാധാരണ നമ്മളെ ടൂറിസ്റ്റ് ബസ് പോലെ ഉണ്ടാവും. വലിയ 2 മണിക്കൂർ ഗ്യാപ്പിന് തന്നെ ഉണ്ടാവും. തിരിച്ച് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും അത്യാവശ്യം വാങ്ങി വെക്കണമെങ്കിൽ ഇവിടുന്ന് വാങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടിയും പൈസയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അതിനെക്കൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ അവിടുത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും ഒക്കെ ഞാൻ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഞാനൊരു വെള്ളം വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിന് ഇവിടെ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വന്ന് 21 റുപ്യ വില ഉണ്ട്. തണുപ്പാക്കിയത് നമുക്ക് കിട്ടാൻ. ഇത് മെയിൻ സ്ഥലമായതുകൊണ്ട് കേട്ടോ. ശരിക്കും ഇത് 5-ന് കിട്ടും. 15 റുപ്യക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ആ രീതിയിലാണ് അതിൻ്റെ സർവീസ്. ഇവിടുന്നാണ് എല്ലാ ബസ്സിൻ്റെയും തുടക്കങ്ങളുള്ള സ്ഥലം കേട്ടോ. ഇതൊരു കമ്പനിയാണ്. ഇതേപോലെ പല ഭാഗത്തേക്കുള്ള ബസ്സുകൾ വരും കേട്ടോ ഇവിടെ. കണ്ടില്ല, 11 മണിക്ക് പോകുന്ന ബസ്സാണ്, വേറെ സ്ഥലത്തേക്കുള്ളതാണ്. നമ്മളെ സ്ഥലം കുറച്ചുകൂടി അപ്പുറത്തേക്കാണ്. അപ്പോൾ ഈ ഏരിയയിലാണ് നിങ്ങൾ വരേണ്ടത് കേട്ടോ. ഈ ഏരിയയിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു കമ്മീഷനും വേറെ ഇല്ലാതെ ബസ് സർവീസിൻ്റെ സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ ഏജൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 100K എന്നൊക്കെ പറഞ്ഞാൽ ഒരു 300 റുപ്യ, നാട്ടിലത്തെ ഒരു 300 റുപ്യൊക്കെ നമുക്ക് കമ്മീഷനായിട്ട് പോകും. ശ്രദ്ധിച്ചാൽ ആ 300 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ബസ്സിലെ കണ്ടില്ല കുറേ സാധനങ്ങൾ ലഗേജ് കയറ്റുന്നുണ്ട് കേട്ടോ. നമ്മളവിടുത്തെ ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ നല്ല അടിപൊളി ബസ്സാണ്. ഇവിടേക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മളെ യാത്രയോടൊപ്പം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സിറ്റി ടു ഒരു സിറ്റിയിലേക്കുള്ള 378 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. നമ്മൾ ഏകദേശം ഒരു 6-7 മണിക്കൂറിൻ്റെ ഇടയിൽ അവിടെ എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളെ ബസ് പുറപ്പെടാനുള്ള പരിപാടിയില്ല. ലഗേജ് കയറ്റാനുണ്ടാവും. അതിൻ്റെ പുറമെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് കയറാനുള്ളതും ടിക്കറ്റ് കയറുകയാണ്. ഇതാണ് ബസ്. കണ്ടില്ല നിങ്ങൾ, സാപ്പ ഓപ്പൺ ടു ബെഡാണ് കേട്ടോ. കണ്ടില്ല, ഇതേപോലെ ബെഡുകളാണ്. എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് 1 2 3 4 4ലെ മുകളിൽ ഇവിടെയാണ് കേട്ടോ എൻ്റെ സീറ്റ്. കയറി കിടക്കുക, ഇത് തന്നെ പരിപാടി കേട്ടോ. വെള്ളമുണ്ട്, ഒക്കെ ഉണ്ട്, USB ഉണ്ട്, ചാർജ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് ഷൂസ് അയച്ചിട്ട് വെക്കാനുള്ള ഒരു ഇത് തരും കേട്ടോ, കിറ്റ്. കണ്ടില്ലേ, ഷൂസ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. നമ്മൾ ഇതിൻ്റെ അടുത്ത് ബാഗ് വെക്കുക, പോകുമ്പം തിരിച്ചിടുക. ഷൂസ് ഇല്ലാതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറേണ്ടത്. മൊത്തം ബുദ്ധിമുട്ടാവുന്നതിന് കേട്ടോ. അടിയിലൊരു സീറ്റും മേലൊരു സീറ്റും. അടിപൊളിയല്ലേ, നല്ല വീതിയുള്ള സീറ്റാട്ടോ. ഇവിടെ ടെലിവിഷനൊക്കെ ഉണ്ട്, കണ്ടില്ല നിങ്ങൾ. എല്ലാ സൗകര്യങ്ങളും, ലൈറ്റ് ഇൻഡിവിജ്വലൊക്കെ ആയിട്ട്. കർട്ടൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കർട്ടൻ വലിച്ചിടാം. കണ്ടില്ല, ആൾക്കാരൊക്കെ ഇട്ട പോലെ കർട്ടൻ വലിച്ചിടാം. നല്ല സൗകര്യം കേട്ടോ. അടിയിൽ ഫുള്ള് ലഗേജും കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പുറപ്പെട്ടിരിക്കുക കേട്ടോ. ഇതാ സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്താണ്. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. കാഴ്ചകൾ കാണാം നമുക്ക്. എങ്ങനെയുണ്ട് നമുക്ക് ഈ യാത്രയിലെ കാഴ്ചകൾ, പ്രധാനപ്പെട്ട വഴികൾ എല്ലാം നമുക്ക് ഇതിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹനോയിൽ നിന്ന് സാപ്പയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പം 383 കിലോമീറ്റർ. നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഗ്ലാസും സൗകര്യങ്ങളാണ്. അടിപൊളി ബസ്സാട്ടോ. യാത്രക്ക് ഒരു ബുദ്ധിമുട്ടും വരാനില്ല. നമുക്ക് പൈസയും ബെസ്റ്റ് പൈസ റേറ്റ് ആട്ടോ. അപ്പം സാപ്പയിലേക്ക് ഇതേപോലെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് തന്നെ ചൂസ് ചെയ്താൽ മതി. ഞാൻ 1 ദിവസമോ 2 ദിവസമോ ശ്രമം നടത്തിയിട്ടാണ് ഈ ബസ്സും ഇതിൻ്റെ തുടങ്ങുന്ന സ്ഥലവും ഒക്കെ കണ്ടെത്തിയത് കേട്ടോ. എല്ലാവരും ഉപയോഗപ്പെടുത്തും. ഇത് ചൈനയോടടുത്ത ബോർഡറാണ് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബോർഡർ നമുക്ക് നിഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് ചൈനയിലെ ഒരു ബോർഡറിൻ്റെ ഭാഗങ്ങളാണ് ഈ സൈഡിൽ. നമ്മൾ വിയറ്റ്നാമിൽ. ഇവിടെ ഇനി മലകളാണ് കേട്ടോ. ഇനി തണുത്ത പ്രദേശങ്ങൾ, മലകൾ. നമ്മുടെ സാപ്പ എന്ന് പറയുന്നത് ശരിക്കും നല്ല ഹൈറ്റുള്ള ഭാഗമാണ്. ഇപ്പം നമ്മൾ ഊട്ടിയിലേക്ക് വയനാട്ടിലേക്കൊക്കെ പോകുന്നത് പോലെ തന്നെ മൂന്നാറിലേക്കൊക്കെ പോകുന്നത് പോലെയുള്ള ഒരു ഭാഗത്ത് കൂടിയാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ചുരങ്ങൾ
ഹെയർ പിന്നുകൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. 3000 അടിയോളം ഉയരത്തിലാണ് നമ്മൾ പോകുന്ന സ്ഥലം. അപ്പം ഇനി നമ്മൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ കാണാം. ഇതുപോലെ ടണലുകൾ ഉണ്ടാവും. ഇനി നമ്മൾ ഇതുവരെ കണ്ട ഒരു രീതിയും ആയിരിക്കില്ല ഇനിയുള്ള ഭാഗം. ഏകദേശം ചൈനൻ്റെ ഒരു രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ്. നമ്മൾ ഇതുവരെ കണ്ട് കേരളത്തിൻ്റെ ടച്ചാണ്, ഇനിയൊരു ചൈന ടച്ചാണ്. ചൈന ബോർഡറിലേക്ക് എത്തപ്പെട്ടോ കണ്ടില്ല, നമ്മൾ ചുരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബൈക്കിന് വരണം എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കാൻ കാരണം ഇത് റിസ്ക് ആണ്, ഈ ചുരത്തിലൂടെ ബൈക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ടാട്ടോ. ഇല്ലെങ്കിൽ ബൈക്കിന് വരണം എന്ന് വിചാരിച്ചതായിരുന്നു. 383 കിലോമീറ്റർ. അപ്പം നമ്മുടെ അടിവാരത്തൊക്കെ എത്തിയതുപോലെ ഒരു തുടക്കത്തിൻ്റെ സ്ഥലമാട്ടോ. ഇനി കാണുന്നില്ലേ ബാക്ക് സൈഡ് മലകൾ കണ്ടില്ല നിങ്ങൾ, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹനോയിൽ നമ്മൾ ഇതുവരെ കണ്ട കാലാവസ്ഥയോ ഭൂപ്രകൃതിയോ ടൂറിസം ആക്ടിവിറ്റീസോ ഒന്നും ആയിരിക്കില്ല. ഇനി എല്ലാം വേറെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. നമ്മൾ മൈസൂര് ബാംഗ്ലൂരൊക്കെ ബസ് പോകുമ്പം അടിവാരത്തെത്തുമ്പോൾ ഒരു നിർത്തൂല റെസ്റ്റോറൻറ്റുകളിലേക്കുള്ള, അതേപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പെട്രോൾ പമ്പിൻ്റെ കണ്ടില്ലെങ്കിൽ ആകെ 2 ഇതേ പെട്രോൾ പമ്പിന് ഉണ്ടാവുള്ളൂ. എല്ലാ സ്ഥലവും പോലെ നമ്മളെ നാട് പോലെ വലിയ പമ്പൊന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഇത് ബസ് നിർത്തി നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഫ്രഷ് ആവാൻ ഒക്കെയുള്ള സൗകര്യത്തിന് നിർത്തുകയാണ് കേട്ടോ. ഏകദേശം നമ്മൾ പുറപ്പെട്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നാഹാം മീൻ കണ്ടില്ല നിങ്ങൾ. അപ്പം ഈ സ്ഥലത്തു നിന്നാണ് ഇനി നമ്മൾ ചുരം കയറാൻ പോകുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടാവും. റെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും പുറപ്പെടും. അതൊക്കെ എയർപിന്നും ചുരങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ പനകൾ കാണാൻ തുടങ്ങി കേട്ടോ. നിറച്ചും പനകൾ കാണുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താ പ്രത്യേകതകൾ. ശരിക്കും ചുരമാണ് കേട്ടോ. നമ്മളതിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. ഹൈവേ വേറെയും പോകുന്നുണ്ട് അണ്ടർപാസിലൂടെ. നിർത്തിയതാട്ടോ. ആ സ്ഥലത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു തരാം. കണ്ടുകൊടുത്തേക്ക് ഇറങ്ങാൻ തന്നെ ഇവിടെ സ്റ്റാൻഡ് കാര്യങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മളെ ഷൂസ് നമ്മൾ ഇതിൽ വെച്ചതല്ലേ കവറിൽ, അതുകൊണ്ട് തന്നെ ഇവർ ഒരു ചെരുപ്പ് തരുന്നുണ്ട് നമുക്ക്. ഇതാണ് റെസ്റ്റോറൻറ്റ്. കണ്ടില്ലങ്ങൾ ഫുള്ള് വാഹനങ്ങൾ നിർത്തി നല്ല സൗകര്യം കേട്ടോ. ടോയ്ലറ്റ് സൗകര്യം, പുറത്തിരുന്ന് കഴിക്കാനുള്ള ഫാന്, വലിയ റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളിലും പുറത്തും ഒക്കെ തന്നെ കേട്ടോ. കണ്ടില്ലങ്ങൾ ഫുള്ള് കാഴ്ചകൾ. നല്ല ഫുഡിനൊക്കെ നല്ല സൗകര്യം കേട്ടോ. ഒരു ടെൻഷനും അടിക്കാനില്ല സത്യത്തിൽ. നമുക്ക് പറ്റുന്ന ഫുഡ് വാങ്ങി കഴിക്കാന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. എന്താ ഫുഡുള്ളതെന്ന് നോക്കാം നമുക്ക് ഇവിടെ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി സിഗരറ്റ് കത്തിക്കുന്നത് കണ്ടങ്ങൾ. ഇത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അവിടെ ഒരു പുകല വെച്ചിട്ട് അവിടെ കത്തിക്കുക ചെയ്യാം. പുകല വെച്ച് കത്തിക്കും. എന്നിട്ട് അതിങ്ങനെ ഇത് കോയിലിലൂടെ വലിക്കുക കേട്ടോ ചെയ്യാം. ഇത് വിയറ്റ്നാമിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഭക്ഷണം കേട്ടോ. ഇത് നമ്മൾ റൈസിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം. റൈസിൽ ഇതേപോലെ നമ്മൾ അപ്പമായിരിട്ടോ ഒരു സാധനം. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ റൈസാണ് കണ്ടില്ലേ. ഫുള്ള് റൈസിൽ നമ്മളെ പൊടിയിൽ മുക്കിയിട്ട് ഇതാക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞതൊന്ന് നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. നല്ല ചൂടാട്ടോ. ഇതേപോലെ കോഴിമുട്ട ഉണ്ടാവും, മുളകിൻ്റെത് ഇതേപോലത്തെ സംഗതികളൊക്കെ ഉണ്ടാവും. പൊരിച്ച് വെക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ സെയിലായി പോവുകയാണ്. അതേപോലെ വലിയ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയ ഭക്ഷണവും കഴിക്കാം. ഞാൻ യാത്രയിൽ പിന്നെ വളരെ ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അരി വറുത്തതിന് ഉള്ളിൽ ചോറായിട്ട് എന്തോ ഒരു പാക്കിംഗ് ആയിട്ട് നല്ല രസം. അപ്പോൾ അതിക്കാലം ഒന്ന് ചോറൊക്കെ കട്ട് ചെയ്ത് അതിന് സോസൊക്കെ ഇട്ട് കഴിച്ചപ്പോൾ നല്ല ഉഷാറുണ്ട് കേട്ടോ. കറക്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ
വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ടെൻഷനില്ല, വേറെ ഹലാലിൻ്റെ പ്രശ്നങ്ങളില്ല. ഒക്കെ അരിയുമായിട്ട് ബന്ധപ്പെട്ട് വറുക്കുന്ന സംഗതികളാണ്. കൂടെ അതിന് നമ്മളിപ്പോൾ കൊടുത്തത് 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 രൂപ കേട്ടോ. നാട്ടിലത്തെ 60 രൂപയാണ് നമുക്ക് അതിന് വേണ്ടി ചിലവായത്. സത്യത്തിൽ ഈ ചെരുപ്പ് ഇതും ബസ്സിൻ്റെതല്ല കേട്ടോ, ഇവിടെ ഹോട്ടലുകാർ വെച്ച് കൊടുക്കുന്ന ഹോട്ടലുകാരുടെ സിസ്റ്റം. നല്ലൊരു സിസ്റ്റം അല്ലേ? ഇതേപോലെ വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കണ്ടില്ല. വിയറ്റ്നാം പോലത്തെ ഒരു സ്ഥലത്തുള്ള സെറ്റപ്പാണ്. അപ്പം നമ്മളെ നാട്ടിലൊക്കെ എത്ര സെറ്റപ്പ് വേണം. വാഹനമായാലും ആ യാത്രയ്ക്കുള്ള സൗകര്യമായാലും അതിൻ്റെ സിസ്റ്റം ആയാലും. ആ ഷൂസ് എടുത്ത് നമ്മൾ ആ ബാഗ് എന്ന് നമുക്ക് തിരിച്ചു പോകുമ്പോൾ എടുക്കാം. അതുവരെ അവിടെ വെച്ച് ഇവിടെ ചെരുപ്പിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കാം. ശരിക്കും ഇളനിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഇളനിയൊക്കെ ഉണ്ട്. അപ്പം ഇത് WC ബാത്റൂമിൻ്റെ കണ്ടങ്ങൾ നല്ല അതിന് മാത്രമായിട്ടുള്ള അടിപൊളി സെറ്റപ്പ്. ശരിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മെയിൻ നമുക്കുണ്ടാകുന്ന ടെൻഷൻ ഭക്ഷണം, ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് വിയറ്റ്നാമിൽ കേട്ടോ. വിയറ്റ്നാമിൽ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ യാത്ര. ക്ലീനാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരുന്നതിന് പോകുന്നതിനനുസരിച്ച്, ബസ് വരുന്നതിനനുസരിച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ വെള്ളം ഫ്രീ ഉണ്ട്. ഇങ്ങനെ അടിപൊളി സർവീസ് അല്ലേ. നമ്മൾ ഇതിലേക്ക് ചെരുപ്പ് അയച്ചിട്ട് നേരെ ബസ്സിലേക്ക് കയറട്ടോ. ഇതാണ് സിസ്റ്റം. ബസ്സിൽ തന്നെ സൗകര്യങ്ങൾ വേറെ. ഇത് നമ്മൾ സാപ്പാലേക്ക് എത്തുന്നതിൻ്റെ മുന്നല്ല ലൗക്കായ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ലൗക്കായ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിയ സിറ്റിയാണ്. ഇവിടെ നിന്ന് ചൈനക്ക് തൊട്ടടുത്താണ് തോന്നുന്നു ബോർഡറുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമ്മളിനി ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. 7 മണിക്കൂറായി മൊത്തത്തിൽ. സ്ലോയിലാണ് പോകുന്നത്, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സാപ്പ സിറ്റിയിലാട്ടോ. സാപ്പ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഊട്ടി, നമ്മളിതേപോലെ എന്താ പറയുക, നമ്മൾ ഗൂഡല്ലൂർ ഒക്കെ പോയതുപോലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ സാപ്പ സിറ്റി. അപ്പോൾ ഇവിടെ ഞാൻ ബൈക്കിൽ എൻ്റെ ഹോം സ്റ്റേയിലേക്ക് പോവുകയാണ്. ഹോം സ്റ്റേ നാളെ ഹോം സ്റ്റേ ആയിരിക്കും. ഇന്നിപ്പോൾ ഹോസ്റ്റലാണ് കേട്ടോ എടുത്തത്. നമുക്ക് നോക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഒക്കെ പരീക്ഷണങ്ങളാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സാപ്പ മാർക്കറ്റ്. സാപ്പ മാർക്കറ്റാണ്. അപ്പം നമ്മൾ ഒരു ഗ്രാബ് കണ്ടില്ല നിങ്ങൾ, ഗ്രാബിൻ്റെ ആളെടുത്ത് നമുക്ക് ഹെൽമെറ്റൊക്കെ തരും. ഹെൽമെറ്റൊക്കെ തരും. യുവർ നെയിം, യു സേ നെയിം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ബൈക്കിൽ കയറി പോവാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ എടുത്ത് തരും വരെ നമ്മൾ. അപ്പം നമ്മളിത് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം സിറ്റി നമ്മൾ പുറപ്പെട്ടു. സിറ്റീൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ ബൈക്ക് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ സിറ്റി കുഴപ്പമില്ലാത്ത നല്ല സിറ്റിയാണ് കേട്ടോ. കുറേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. വലിയ ജനങ്ങളൊന്നുമില്ല കേട്ടോ. അധികം ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ. നമ്മൾ ഫ്രഞ്ച് കാലഘട്ടത്തിലുള്ള ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. ഫ്രഞ്ച് കാലഘട്ടത്തിലുള്ള ബിൽഡിങ്സ് ഉണ്ട്. വിദേശികളുണ്ട് കേട്ടോ, നല്ലോണം വിദേശികളുണ്ട്. അപ്പം നേരെ ഹോസ്റ്റലിൽ പോയി ഒന്ന് ബുക്ക് ചെയ്യണം. ശരിക്കും നമ്മളെ ഊട്ടീൻ്റെ ആ ഒരു പിക്ചറൊക്കെ ഫീൽ ചെയ്യുന്ന മാതിരിയുണ്ടല്ലേ. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റിനെ അത്രയും കണ്ടില്ല. ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ കണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സാപ്പ. സാപ്പയിലെ ബൈക്കിലൂടെയുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. റിസപ്ഷനാണ് കേട്ടോ, റിസപ്ഷനാണ്. നമ്മൾ 100K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ്
100K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ 300 ചില്ലാനം രൂപ കേട്ടോ. അപ്പം നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. The bathroom outside. Okay. Yeah, we take a shower in there. So right now you can come in into one bed anywhere. Okay. Right. And our shoes outside Yes. and use this chapel. Yes. Right. Maybe. Okay. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. You have towel everything, right? Yes. Any bed can use? Yeah, anywhere. Anywhere? Yes. Okay. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളെ കിടത്ത സ്റ്റൈൽ കേട്ടോ. ഇതൊരു വേറെ സ്റ്റൈലാണ്. നല്ല രസമുണ്ട് അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കട്ടിലുള്ള ആൾക്കാരുണ്ട്, നിലത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ കിടക്കാൻ നല്ലതെന്ന് നോക്കാം അല്ലേ. ഇവിടെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ള. അപ്പോൾ അങ്ങനെയാണ് അടിപൊളി. 2 കുപ്പി വെള്ളം, ടവല് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വെളിയിൽ ഇതൊക്കെ മരത്തിലാട്ടോ. സംഭവം വെറൈറ്റി സംഗതിയാണ്. നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള നോർമൽ കാഴ്ചകളാണ്. ടോയ്ലറ്റ് ഇതാ പുറത്താണ് കേട്ടോ. നല്ല ഗാർഡനിങ്, നല്ല രസം കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോയിട്ട് ഉഷാറാക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇനി സാപ്പയിലെ കാഴ്ചകളാട്ടോ. അപ്പം നമ്മൾ സാപ്പയിൽ എത്തിയിരിക്കുകയാണ്. സാപ്പയിലെ ഹോം സ്റ്റേ സ്ഥലമാണിത്. അടിപൊളിയായിട്ട് ഇന്ന് ആൾക്കാർ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പം എന്തായാലും അടിപൊളി കിടക്കാൻ. എന്തെങ്കിലും മരത്തിൻ്റെ ഫുൾ അടിപൊളി സാധനമാണ്. ഞാൻ നാളെ നല്ലോണം കാണിക്കാം പകൽ കേട്ടോ. അപ്പോൾ നമ്മളെ സാപ്പയിലേക്കുള്ള യാത്രേൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സാപ്പ ഇറ്റ്സ് ഡിഫറെൻ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊട്ടി നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിലെ സ്ഥലങ്ങളുമായിട്ടൊരു ചെറിയ കമ്പാരിസൺ കൂടി ചെയ്യാം. എന്തൊക്കെ ഫെസിലിറ്റി ഇവിടെ കൂടുതലുണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് കാണും വരെ ബൈ.